ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് എന്താണ്? ആദ്യം നിങ്ങളൊന്ന് കേട്ടോക്കൂ, എന്നിട്ട് നമുക്ക് പറയാം ആരാണ് ഈ ഒരു പരിപാടി അവതരിപ്പിക്കുന്നതെന്നും എന്താണ് കേൾക്കുന്നതൊക്കെ നമുക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. അപ്പോൾ ആദ്യം ഒന്ന് കേട്ടു നോക്കൂ. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട ഗുരുനാഥന്മാരെ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം ഇരുളും വെളിച്ചവും എന്നതാണ്. സൂറത്തുൽ ബഖറയിലെ 257 ആയത്തിൽ അള്ളാഹു പറയുന്ന പ്രധാനപ്പെട്ട 2 വാക്കുകളുണ്ട്. ഒന്ന് അന്നൂർ, മറ്റൊന്ന് അദ്ദുലുമാത്ത്. അന്നൂർ എന്നാൽ വെളിച്ചം, അദ്ദുലുമാത്ത് എന്നാൽ ഇരുളുകൾ എന്നാണ് അർത്ഥം. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഇതിനെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അൻആമിൽ 1-ാമത്തെ ആയത്തിൽ പറയുന്നു, അൽഹംദുലില്ലാഹില്ലദി ഖലഖസ് സമാവാതി വൽ അർദ് വജഅല അദ്ദുലുമാതി വന്നൂർ. സർവസ്തുതിയും സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. അവൻ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിരിക്കുന്നു. അവൻ ഇരുട്ടിനെയും വെളിച്ചത്തിനെയും സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിൻ്റെ കൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ച മറ്റു 2 കാര്യങ്ങളാണ് ഇരുളും വെളിച്ചവും. ആ ഇരുട്ടും പ്രകാശവും സൃഷ്ടിച്ച അള്ളാഹുവിൻ സർവസ്തുതി. എന്തുകൊണ്ടാണ് ഇരുട്ട് സൃഷ്ടിച്ച റബ്ബിൻ സർവസ്തുതി? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വെളിച്ചത്തിൻ്റെ വലിപ്പം അറിയണമെങ്കിൽ ഇരുട്ടുണ്ടാവണം. ഇരുട്ടുകളെ പലതരത്തിൽ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്രാധാന്യത്തോടെ പറഞ്ഞ ഒന്നാണ് മനസ്സിനെ ബാധിക്കുന്ന ഇരുട്ട്. അത് പലതരത്തിലാണ്. വിശ്വാസത്തിൻ്റെ എതിരെയുള്ള കുഫ്റുണ്ട്, തൗഹീദിൻ്റെ എതിരെയുള്ള ഷിർക്കുണ്ട്, കാപ്പട്യമുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ വരുന്ന ഒരു വലിയ ഇരുട്ടാണ് മനുഷ്യനെ ബാധിച്ച അന്ധവിശ്വാസം. എന്താണ് അന്ധവിശ്വാസം? തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലാത്ത ഏതൊരു വിശ്വാസവും അന്ധവിശ്വാസമാണ്. ദൈവനിഷേധികളാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസികൾ. സൂര്യൻ ഉദിക്കുന്നുവെങ്കിൽ അത് തന്നെ ഉദിച്ചതല്ല, ചന്ദ്രൻ അസ്തമിക്കുന്നുവെങ്കിൽ അത് തന്നെ അസ്തമിച്ചതല്ല, ഭൂമി, ആകാശം, സൗരയുധം ഇതൊന്നും തന്നെ ഉണ്ടായതല്ല. എല്ലാത്തിനും പിന്നിലൊരു ശക്തിയുണ്ട്. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സത്യവിശ്വാസികൾ പറയുന്നത്. ലോകത്തെ ഏറ്റവും വലിയ അന്ധവിശ്വാസിയായ ജനത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അത് ജാഹിലിയ കാലഘട്ടത്തിലെ അറബികളാണ്. അവരുടെ കാലഘട്ടത്തെ ചരിത്രം വിളിക്കുന്നത് ഇരുട്ടയും എന്നാണ്. എനിക്ക് അന്നം തരാനും എന്നെ പരിപാലിക്കാനും സംരക്ഷിക്കാനും സംഹരിക്കാനും എനിക്ക് ആവശ്യമുള്ളത് എന്തും തരാനും ആവശ്യമില്ലാത്തത് എടുത്തു കളയാനും കഴിവുള്ളവനാണ് അള്ളാഹു. എല്ലാ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്നത് അള്ളാഹുവാണ്. അള്ളാഹു നമുക്ക് പ്രകാശത്തിൻ്റെ മേൽ പ്രകാശമാണ് നൽകുന്നത്. അള്ളാഹു നൂർ സമാവാതി വൽ അർദ്. അള്ളാഹു ആകാശഭൂമിയുടെ പ്രകാശമാണ്. അള്ളാഹു വെളിച്ചം നൽകുന്ന അള്ളാഹു ഹിദായത്ത് നൽകിയവർക്കാണ്. സത്യത്തിൽ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ അതൊക്കെ ഇരുട്ടാണ്. ദുർമാർഗം ഇരുട്ടാണ്, അതിൽ നിന്ന് വരേണ്ട സന്മാർഗം വെളിച്ചമാണ്. ജീവിതത്തിൽ വരുന്ന കഷ്ടപ്പാട് ഇരുട്ടാണ്, സൗഭാഗ്യം വെളിച്ചമാണ്. പരാജയം ഇരുട്ടാണ്, വിജയം വെളിച്ചമാണ്. പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഇബ്രാഹിമിൽ 1-ാമത്തെ ആയത്തിൽ പറയുന്നു, മുഹമ്മദ് നബിയെ, ഈ വേദഗ്രന്ഥം ഞാൻ താങ്കൾക്ക് അവതരിപ്പിച്ചു തന്നത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തേക്ക് കൊണ്ടുവരാനാണ്. ആരാണ് നമ്മുടെ പ്രവാചകൻ? പ്രകാശത്തിൻ്റെ വിളക്കാണ് അദ്ദേഹം. സിറാജൻ മുനീറ എന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ വിശേഷണമാണ്. നമ്മുടെ പ്രവാചകനെ അനുസരിക്കുന്ന ഒരു മേഖലയിലും മന്ദകാരം ഉണ്ടാകാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് പ്രകാശമുള്ളവരായി ജീവിക്കാനും ഖബറിൽ പ്രകാശം ലഭിക്കാനും മഹ്ശറിൽ പ്രകാശം ലഭിക്കാനും ഒരേ ഒരു മാർഗമേ നമ്മുടെ മുന്നിലുള്ളൂ. ഇസ്ലാമാകുന്ന ഇമാനിനെയും ഇസ്ലാമാകുന്ന ഖുർആനിനെ, ഇസ്ലാമാകുന്ന പ്രവാചക ചര്യകളെ മുറുകെ പിടിക്കുക. അള്ളാഹു നമുക്കൊരു ഹൃദയം തന്നല്ലോ. ആ ഹൃദയത്തിൽ കത്താനുള്ള വെളിച്ചമായി ദീനീ വിജ്ഞാനവും അറിവും ഹിദായത്തും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ഷിർക്കിൽ നിന്നും ഹറാമുകളിൽ നിന്നും വിട്ടുനിന്ന് ഹൃദയത്തെ പ്രകാശപൂരിതമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിദ് ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. കേട്ടില്ലേ എല്ലാവരും? എന്തു നല്ല ഗംഭീരമായൊരു പ്രഭാഷണം അല്ലേ? ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇതിപ്പോൾ ആരാണ് അവതരിപ്പിച്ചു തന്നോ? ഇങ്ങനെയൊരു പ്രഭാഷണം നമുക്ക് വേണ്ടി അവതരിപ്പിച്ചു തന്നിരിക്കുന്നത് സൈക്ക സാരിനാണ്. സൈക്ക സാരിൻ പഠിക്കുന്നത് ദാറുത് തൻസീൽ അക്കാദമിയിലാണ്. 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സൈക്ക സാരിൻ ഇരുളും വെളിച്ചവും വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് നല്ലൊരു പ്രഭാഷണത്തെ, നല്ലൊരു വിഷയത്തെ കോർത്തിണക്കി നല്ല വാക്കുകളിലൂടെ നമുക്ക് അവതരിപ്പിച്ചു തന്നു. എന്തായിരുന്നു നിങ്ങളുടെ അഭിപ്രായം സൈക്ക സാരിൻ്റെ പ്രഭാഷണത്തെക്കുറിച്ച്? സൂപ്പറല്ലേ സൈക്ക? അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ നല്ല നല്ല വിഷയങ്ങളൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അവതരിപ്പിക്കാൻ കഴിയട്ടെ. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ കിണാശ്ശേരിയിലെ ദാറുത് തൻസീൽ അക്കാദമിയിലെ 4-ാം
തരത്തിൽ പഠിക്കുന്ന സൈക്കസാറിൻ്റെ പ്രഭാഷണമാണ് സ്റ്റാർ വോയിസിൻ്റെ അവസാനത്തെ പ്രോഗ്രാമായിട്ട്, ഈ എപ്പിസോഡിൻ്റെ അവസാനത്തെ പ്രോഗ്രാമായി നമ്മൾ കേട്ടത്. അപ്പോൾ എല്ലാ കൂട്ടുകാരെയും നമ്മൾ പരിചയപ്പെട്ടു, അവരുടെ പരിപാടികൾ നമുക്ക് കേൾക്കാൻ പറ്റി. എപ്പിസോഡിലുള്ള മാഷാ അല്ലാ എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ട് അവതരിപ്പിച്ചു. ഇനിയും ധാരാളം എത്രയോ കുട്ടികൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ സ്റ്റാർ വോയിസിൽ നമുക്ക് വീണ്ടും കാണാം, പുതിയ പുതുമുഖങ്ങളും പുതിയ പരിപാടികളുമൊക്കെ ആയിട്ട്, പാട്ടും കഥ പറച്ചിലും ഗാനവും കവിതയും പ്രഭാഷണവും അനുഭവങ്ങളുമൊക്കെ ആയിട്ട് നമുക്ക് സ്റ്റാർ ക്വസ്റ്റിൻ്റെ കൂടെയുള്ള സ്റ്റാർ വോയിസിൽ അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകണം. മാഷാ അല്ലാ, എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രത്യേകമായ സ്റ്റാർ വോയിസിൻ്റെ, സ്റ്റാർ ക്വസ്റ്റിൻ്റെ, പീസ് റേഡിയോയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുകയാണ്. അപ്പോൾ നമുക്ക് ഇനി സ്റ്റാർ വോയിസിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.